അവിടെ പറയാണ് ഭയപ്പെടേണ്ട. കാരണം ഇവിടെ മനസ്സും ഇവിടെ 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 ആരോഗ്യസ്ഥ വിധവയാണ്, ഇവക്ക് ഭർത്താവില്ല, കുഞ്ഞ്, ഇവക്ക് മുമ്പോട്ട് ക്ഷാമം വന്നപ്പോൾ ഇവക്ക് മനസ്സിലായി ഇവളെ സഹായിക്കാൻ ആരുമില്ല. ഒരു പക്ഷേ ഇവള് പല വാതിലുകൾ മുട്ടിയിരിക്കാം, നമുക്കറിയത്തില്ല. പലരോട് ഇവള് അഭയാചനയും കഴിച്ചിരിക്കാം, ഇവൾ പലരോട് ആവശ്യപ്പെട്ടിരിക്കാം, പലരുടെ മുമ്പിൽ ഇവൾ കരം നീട്ടിയിരിക്കാം. അതുകൊണ്ടല്ലേ ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണല്ലോ എടുക്കുന്നത്, ജീവൻ മരിക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. പല വാതിലുകളും മുട്ടിയിരിക്കാം, പല ബാങ്കിൽ കയറി ഇരിക്കാം, അവിടെ അനുഭവങ്ങൾ വളരെ മോശമായിരിക്കാം, അവരുടെ ബന്ധുക്കൾ അവളെ നിന്ദിച്ചിരിക്കാം, തള്ളിക്കളഞ്ഞിരിക്കാം, പല സാഹചര്യങ്ങളിലും തകർന്നവളായിരിക്കാം, പരാജയപ്പെട്ടവളായിരിക്കാം, നിന്നയുടെ വാക്കുകൾ കേട്ട് മടുത്തായിരിക്കാം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തേ. എലിയ അവളോട് ഭയപ്പെടേണ്ട. ദൈവം ചില കുടുംബങ്ങളിൽ അത് തന്നെ പറയും, അയ്യോ എന്നെ ഇത് കവിയും, അയ്യോ ഈ വെള്ളം എന്നെ കവിയൂ, അയ്യോ തീ എന്നെ കവിയൂ, ഇതെന്നെ ദഹിപ്പിക്കുക, നീ പേടിക്കണ്ട. കുഞ്ഞെ നിന്റെ കഴുത്തറ്റം ചില കുടുംബങ്ങളുടെ ദൈവം കാണിക്കുന്നു, ഇവിടം വരെ വെള്ളം നീക്കിയാണ്. ഒരു തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ തീയിൽ നാലാമനായി ഇറങ്ങിയ ദൈവം നിന്നോട് കൂടെയുണ്ട്. തീയിൽ നാലാമനായി ഇറങ്ങിയ ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു മുടി പോലും കരിയാതെ ദൈവം നിന്നെ കൊണ്ടുവരും.